നല്ല വെണ്ണ പോലെയുള്ള കപ്പ കൊണ്ട് നല്ല കിടിലനായിട്ടുള്ള ഒരു പാൽക്കപ്പേൻ്റെ റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല രുചികരമായിട്ട് തേങ്ങാപ്പാലിലൊക്കെ നല്ല കുറുകിയ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല ക്രീമി ടെക്സ്ചറോട് കൂടിയ ഒരു നല്ല രുചികരമായിട്ടുള്ള ഒരു പാൽക്കപ്പേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക, എന്നാൽ അതുപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അത്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പാൽക്കപ്പ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കപ്പ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് എമൗണ്ടിലാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കപ്പ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് കൊത്തി നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ കുറച്ചേറെ വെള്ളം ഒഴിച്ച്, ഞാനിപ്പോൾ ഇവിടെ മൺചട്ടിയിൽ പുറത്ത് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഏറെ വെള്ളം ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കപ്പയിലൊരു ചെറിയ തോതിലൊരു ചെറിയ തോതിലൊരു വിഷാംശം ഉണ്ടെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കട്ട്, വിഷാംശമല്ല ഒരു കട്ടുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് നമ്മളിവിടെ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കപ്പ തോനെ വെള്ളം വെച്ച് വേവിച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഊറ്റിക്കളഞ്ഞ് രണ്ടാമത് ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് 1-2 തണ്ടങ്ങ് ഇട്ടോളൂ. കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊരു പ്രത്യേക ഒരു സ്വാദ് നമ്മളെ കപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു മണമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കപ്പ നന്നായിട്ട് വെന്ത് നല്ലോണം ഉടച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വേവുന്ന വരെ തന്നെ ഇത്, ഇനിയിപ്പോൾ കുക്കറിൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കുക്കറിലിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് ഒരു സ്പൂണോ ഒരു സ്പാച്ചിലോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വെണ്ണ പോലെ ഉടച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മൾ കപ്പ വേവിക്കുന്ന ഒരു ടൈം മാത്രമേ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ആ കപ്പ വേവുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതിവിടെ ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇപ്പോൾ 1 ഗ്ലാസ് അളവിലാണ് വെള്ളം. നമുക്ക് എന്തോരം എമൗണ്ട് കപ്പയുണ്ട്, ഞാനിപ്പോൾ എടുത്തൊരു കപ്പയിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, പിന്നെ തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് ചതച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 4-5 വെളുത്തുള്ളി, ഒരു 4-5 ചെറിയുള്ളി. അത് ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുക്കുകയേ വേണ്ടുള്ളൂ. ഇനി ഒരു പച്ചമുളകിന് പകരം വേണമെങ്കിൽ നമുക്ക് കാന്താരി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേ കപ്പ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ആ ഉടച്ചെടുത്ത കപ്പയിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ചതച്ചതും കൂടി ഒന്നിട്ടിട്ട് നന്നായിട്ട് ഇതെല്ലാ വശത്തും ഈ കപ്പയിലേക്ക് എരിവ് പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് ശരിക്ക് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലേ, നന്നായിട്ട് നമ്മളെല്ലായിടത്തും ആവുന്ന വിധത്തിൽ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, വേവിക്കുന്ന സമയത്തൊന്നും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കപ്പയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും ഈ എരിവും അതേപോലെ നമ്മൾ ചേർത്ത കറിവേപ്പിലയും ഈ മുളകിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലായിടത്തും ഒന്ന് ആക്കുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, ഇവിടെ 2ാം പാലിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒറ്റ പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്രീമി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരല്പം ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇളക്കിയെടുത്തതിന് ശേഷം ഒരല്പം നേരം ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ കുറുകുന്നതിനനുസരിച്ചുള്ള ആദ്യം തന്നെ അത്യാവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 മുറി തേങ്ങയാണെങ്കിൽ അതിപ്പോൾ നമ്മളെ കപ്പേൻ്റെ എമൗണ്ട് എന്തോരമുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിത് വെള്ളം പോലെ തോന്നുമെങ്കിൽ കൂടി ഒരു 2-3 മിനിറ്റ് ഇതൊന്നും എല്ലാം ഒന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്കും നല്ല കുറുകിയ പരുവത്തിലേക്ക് ഇത് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം ചേർന്ന് ഇപ്പോൾ തന്നെ അറിയാലോ ഒന്ന് കുറുകി ഇവിടെ വരുന്നുണ്ട്. കപ്പ വേവുന്ന സമയം കൊണ്ട് നമ്മൾ ഈ തേങ്ങാപ്പാലാക്കി വെച്ച് അത് മാത്രമേ ഇതിൽ പണിയുള്ളൂ കേട്ടോ. ഇത്ര രുചികരം എന്ന് പറഞ്ഞാൽ പിന്നെ കപ്പ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നല്ല വേവുന്ന നല്ല പൊടിയുള്ള കപ്പ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഭയങ്കര രുചികരമായിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുറുകി കപ്പ ഇങ്ങനെ ഉടഞ്ഞ് ഈ ഒരു തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്ത് വരുന്തോറും ഇത് നല്ല കുറുകി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന കൺസിസ്റ്റൻസിയിൽ ഇത് വീണ്ടും മാറി നല്ല കുറുകിയ പരുവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം നമ്മൾ ചൂടുള്ള അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കണ്ട. അത്യാവശ്യം ഒന്ന് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈ തേങ്ങാപ്പാലുമായിട്ട് നന്നായിട്ട് നമ്മളെ കപ്പ മിക്സായി നല്ല വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഈ ഒരു നമ്മളുടെ കറിവേപ്പിലേൻ്റെ എല്ലാം ടേസ്റ്റ് ഇതിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നല്ല
അടിപൊളി മണമാണ് വരുന്നത്. നമുക്കിങ്ങനെ തന്നെ കഴിക്കാനായിട്ട് തോന്നും, അത്ര ഗംഭീരമാണ് കേട്ടോ. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഒരു ചെറിയ താളിപ്പ് വേണം. അപ്പോൾ അതേ ചീനച്ചട്ടിയിൽ ഞാൻ 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായപ്പോൾ നമ്മൾ 1/4 ടീസ്പൂൺ അളവിലും കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് അതിന് ശേഷം 2 ചെറിയ കുഞ്ഞുള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അല്ല ചുവന്നുള്ളി പൊട്ടിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ആ ഒരു എണ്ണയിലേക്ക് ഇതൊന്ന് നല്ലോണം മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴട്ടിയെടുക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. എന്നാൽ മാത്രമായിരിക്കും ആ എണ്ണ ഇതിലേക്ക് താളിച്ച് ചേർക്കുമ്പോൾ നല്ല രുചി ഇതിന് കിട്ടുള്ളൂ കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ പാൽക്കപ്പേൻ്റെ എന്താ പറയുക പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ എന്തൊരു ടേസ്റ്റാണെന്നറിയോ, ഈ ഒരു വെളിച്ചെണ്ണയും ഇതിൽ ആ ഒരു ഉള്ളീൻ്റെ സ്വാദും ഈ ഒരു മൂപ്പിച്ച് ചേർത്ത മുളകിൻ്റെ എല്ലാം കൂടി സ്വാദും കൂടി ചേരുമ്പോഴത്തേക്കും ഈ ഒരു തേങ്ങാപ്പാലും അടിപൊളിയാണ് കേട്ടോ. ഇത് നല്ല എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, മിക്ക ആളുകളും ചെയ്യുന്നതാണ്, എങ്കിൽ കൂടി ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇതുപോലെ വളരെ സിമ്പിളാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. കപ്പ എടുക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള കപ്പ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നല്ലൊരു ദിവസമാവട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനുള്ള റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വിഭവം അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ കൂട്ടാനായിട്ട് മറന്നു പോലെ കേട്ടോ. ഒത്തിരി പേര് ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിലും കമൻറ്റൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ കൂടി അധികം പേരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്ലീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ ഒന്ന് കൂടെ കൂട്ടുക. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. അപ്പോൾ നല്ലൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീമി ടെക്സ്ചറോട് കൂടിയ ഒരു കപ്പ കാണുമ്പോൾ തന്നെ എന്തോരം എന്താ പറയുക നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അതുപോലെ തന്നെ കഴിക്കാൻ അതിരുചികരമാണ്. ചെറിയൊരു തേങ്ങാപ്പാലിൻ്റെ സ്വീറ്റ്നെസ്സും അതുപോലെ ഈ മുളകിൻ്റെ എരിവും എല്ലാം കൂടി ചേരുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഇനി ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റായിട്ട് നമ്മൾ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസും എളുപ്പമുണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടു കൂടി താങ്ക് യു.